നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. വായനയ്ക്ക് പകരമാകാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന് ജില്ലാ കലക്ടർ VR വിനോദ്. വായന പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായന മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കും. തീരുമാനമെടുക്കുവാനുള്ള കഴിവ് വളർത്തുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും വായന സഹായകമാകും. സാമൂഹിക മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. വായനയുടെ പകരമാകാൻ മറ്റൊന്നിനും കഴിയില്ലെന്നും സാങ്കേതികവിദ്യ വളർന്നെങ്കിലും പുസ്തക വായന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സാഹിത്യത്തിൽ വിവിധ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത ലോകത്തിലൂടെ, നമുക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും. പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു ജീവിതമുണ്ട്, അതേ നമുക്കറിയാം. പക്ഷെ ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതമുണ്ട്, വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായി തീരും, അല്ലേ? അവരുടെ ജീവിതത്തിനോട് വെച്ച് അവർ കാണുന്ന രീതി, ആ ചുറ്റുപാടുകൾ, ഭൂപ്രകൃതി. ഇപ്പം കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ. അപ്പം ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ടത് മലയാളത്തിലുണ്ട്. ആക്ഷേപ സാഹിത്യം എന്നൊക്കെ പറഞ്ഞൊരു പഠിക്കുമായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. അതിനേക്കാൾ എനിക്ക് തോന്നി കുഞ്ചൻ നമ്പ്യാർ അതിനേക്കാൾ എത്ര മുകളിൽ നിൽക്കുന്നു. മലയാള സാഹിത്യം മോശമല്ല. ചിലപ്പം മലയാളം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രം സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും. അല്ല, ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഉദാത്ത കൃതികൾക്കൊപ്പം നിൽക്കുന്ന കൃതികളും മലയാളത്തിലുണ്ട്. അപ്പോൾ സാഹിത്യവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചിന്തിക്കാനും. അപ്പം വായനയിലൂടെ നമുക്ക് കിട്ടുന്നത് കാര്യങ്ങൾ ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു വല്ലാത്ത കഴിവാണ് നമുക്ക് വായനയിലൂടെ ഉദാത്തമായി തരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകണം. ടെക്നോളജി വന്നതനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പേപ്പറിന് പകരം നമുക്ക് മൊബൈലിലോ കിൻഡിലോ ഒക്കെ വായിക്കാം. കിൻഡിൽ എന്ന് പറഞ്ഞ റീഡർ കിട്ടും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സഫറുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. വായനയിലൂടെ ലഭിക്കുന്നത് അറ്റമില്ലാത്ത അറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളായ വേങ്ങര GMVHSSലെ 10ാം തരം വിദ്യാർത്ഥിനി ഫാത്തിമത്ത് സുഹറ, കടുങ്ങപുരം GHSSലെ +1 വിദ്യാർത്ഥിനി MP ഹസീന, കടുങ്ങപുരം GHSSലെ +2 വിദ്യാർത്ഥിനി MK രമണി എന്നിവർക്ക് കലക്ടർ ഉപഹാരം നൽകി. സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ KR നാൻസി, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ജാഫർ കക്കൂത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ M മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്.